സമയം സന്ധ്യ കഴിഞ്ഞിരുന്നു. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് വിജനമായ വഴിയിലൂടെ അനൂപ് തന്റെ സ്കൂട്ടർ ഓടിച്ചു. തണുത്ത കാറ്റ് അയാളുടെ മുഖത്ത് ആഞ്ഞുവീശി. വഴിയരികിലെ മരങ്ങൾ കാറ്റിൽ തലയാട്ടി. ഇരുട്ടിന്റെ നിഴലുകൾ വീണുകിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് അയാൾ മനസ്സിൽ പറഞ്ഞു, ഇവിടെ എങ്ങനെയെങ്കിലും കയറിപ്പറ്റണം. കുട്ടിക്കാലം മുതലേയുള്ള ആഗ്രഹമാണ് ഒരു ഡിറ്റക്റ്റീവ് ആവുക എന്നത്. പക്ഷെ ജന്മനാ ഉള്ള സെറിബ്രൽ പാഴ്സി എന്ന രോഗം കാരണം ആ ആഗ്രഹത്തിലെത്തുക എന്നത് ഒരു ബാലികേറാമലയാണ്. 1 വർഷത്തിലേറെയായി സ്ഥിര ജോലിയില്ല. കിട്ടുന്ന ചെറിയ വരുമാനം വീട്ടുവാടകയ്ക്ക് പോലും തികയുന്നില്ല. അതുകൊണ്ടാണ് പത്രപരസ്യം കണ്ടപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ അയാൾ ഇറങ്ങിത്തിരിച്ചത്. ഒരു പഴയ കെട്ടിടത്തിന് മുന്നിൽ സ്കൂട്ടർ നിർത്തി. കാടിന്റെ വന്യമായ ഗന്ധം ചുറ്റിലും നിറഞ്ഞു നിന്നു. മരങ്ങൾക്കിടയിലൂടെ നേർത്ത നിലാവെളിച്ചം കെട്ടിടത്തിന്റെ പഴകിയ ചുമരുകളിൽ തട്ടി പ്രതിഫലിച്ചു. അയാൾ അടഞ്ഞുകിടക്കുന്ന ഗേറ്റിലേക്ക് നോക്കി. അവിടെ മങ്ങിയ ബോർഡിൽ നിറം മങ്ങിപ്പോയ അക്ഷരങ്ങളിൽ സത്യദർശി പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി എന്നെഴുതിയിട്ടുണ്ട്. ആ ബോർഡിന്റെ ഒരു വശം തകർന്നു തൂങ്ങിക്കിടന്നു. സ്ഥലം ഇതുതന്നെ. പക്ഷെ ഗേറ്റ് പൂട്ടിക്കിടക്കുകയാണല്ലോ. വണ്ടിയിൽ നിന്നിറങ്ങിയ അനൂപ് ചുറ്റിലും നോക്കി. കണ്ടിട്ട് വർഷങ്ങളായി പ്രവർത്തിക്കാത്ത ഒരു സ്ഥാപനമായി തോന്നുന്നു. ജനലുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. ഭിത്തികളിൽ കുറ്റിച്ചെടികൾ വളർന്നു കയറിയിരിക്കുന്നു. ഒരുപക്ഷെ പരസ്യത്തിൽ വല്ല പിശകും വന്നതായിരിക്കുമോ? എന്തായാലും വന്നതല്ലേ, കുറച്ചു സമയം കൂടി കാത്തിരിക്കാം. അയാൾ പ്രതീക്ഷയോടെ അവിടെ കാത്തുനിന്നു.